ഒരു കോടി ജന്മമീ ഭൂമിയിൽ തന്നാലും, ഒരു കോടി നാവെനിക്കേകിയാലും, ഒരു കോടി ജന്മമീ ഭൂമിയിൽ തന്നാലും, ഒരു കോടി നാവെനിക്കേകിയാലും, നിറകോടി നന്മയാം നിൻ സ്തുതി പാടുവാൻ അടിയനിന്നാവുമോ തമ്പുരാനേ. നിറകോടി നന്മയാം നിൻ സ്തുതി പാടുവാൻ അടിയനിന്നാവുമോ തമ്പുരാനേ. ഒരു കോടി ജന്മമീ ഭൂമിയിൽ തന്നാലും, ഒരു കോടി നാവെനിക്കേകിയാലും. ഈശോയുടെ വചനം പറയുകയാണ്, ഇതാ ദൈവത്തിന്റെ കൂടാരം, ഇതാ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരോടൊപ്പം. ഹല്ലേലൂയ. ദൈവം സ്വർഗം വിട്ട് മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ആ സ്വർഗ സാന്നിധ്യം പൂർണ്ണമായിട്ടും മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായത്തില് മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ കായലിൽ പ്രസവിച്ചതിന് ശേഷം ഹവ്വ പറയുകയാണ്, ഹവ്വ പറഞ്ഞു എന്നാണ് വചനം പറയുക. ഹവ്വ പറയുകയാണ്, എന്നെ ദൈവം കടാക്ഷിച്ച് അനുഗ്രഹിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്നെ ദൈവം കടാക്ഷിച്ചിരിക്കുന്നു, സാക്ഷ്യപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. എന്നെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. പരിശുദ്ധാത്മാവ് നിറഞ്ഞ പരിശുദ്ധ അമ്മയും സ്വസ്ത്രഗീതം സാക്ഷ്യപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞ പരിശുദ്ധ അമ്മ ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറയുക, എന്റെ ശക്തനായ ദൈവം എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. ശക്തനായ ദൈവം എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ ഈ ശക്തിയുള്ള ദൈവം എനിക്ക് തന്ന രോഗസൗഖ്യങ്ങള്, എന്റെ ജീവിത സാഹചര്യത്തിൽ എനിക്ക് തന്ന വിടുതലുകള്, ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുമ്പോൾ ഈ ഹവ്വയോട് പരിശുദ്ധ അമ്മയോടും തിരുസഭയോടും ചേർന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഈ ഒരു പരിശുദ്ധാത്മ ദൈവാത്മാവിനാൽ അല്ലാതെ ഒരുത്തരും യേശു കർത്താവാണെന്ന് ഏറ്റുപറയുവാൻ സാധിക്കില്ല. യേശുവിന്റെ പ്രവൃത്തികളെയും പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ വെളിപ്പെടുത്തുവാനും സാധ്യമല്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി. എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തണമെങ്കിൽ എന്നിൽ പരിശുദ്ധാത്മാവ് നിറയുക അത്യന്താപേക്ഷിതമാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പ്രവർത്തിച്ച, നമ്മുടെ കൂട്ടായ്മയിൽ പ്രവർത്തിച്ച ചില അത്ഭുതങ്ങള്, ചില കർത്താവിന്റെ പ്രവൃത്തികൾ നമുക്ക് തുടർന്നുള്ള നിമിഷങ്ങളിൽ കേൾക്കാം. നമുക്കിരിക്കാം. ഞാൻ നൈറ്റ് തുടങ്ങി പിന്നെ വരുന്നുണ്ട്. കഴിഞ്ഞ മാസം എനിക്ക് വരാൻ പറ്റിയില്ല. എനിക്ക് ഹസ്ബൻഡും 2 മക്കളുണ്ട്. എനിക്ക് ഏപ്രിൽ മാസത്തില് പെസഹാവ്യാഴത്തിന്റെ അന്ന് രാവിലെ പെട്ടെന്ന് എൻ്റെ ശരീരത്തിന്റെ ഒരു ഭാഗത്തൊരു മുഴ കണ്ടു. അപ്പൊ അന്നാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ മാത്രമായിട്ട് പുറത്തു പോകാനും അങ്ങനെ പല കാര്യങ്ങളും പ്ലാൻ ചെയ്തതായിരുന്നു. അന്ന് രാവിലെയാണ് അത് കാണുന്നത്. ഒത്തിരി വിഷമമായി ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ. എന്താണാവോ ഒന്നും അറിയത്തില്ല. പെട്ടെന്ന് എൻ്റെ മുഖം മാറി. എൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ മുഖം മാറിയ അവർക്കൊക്കെ ഭയങ്കര വിഷമമാണ്. അപ്പൊ എല്ലാവരും പറഞ്ഞു, മമ്മി ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതല്ലേ, മമ്മിക്കൊന്നും വരില്ല. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നിനക്കൊന്നും ഉണ്ടാവില്ല, 100% വിശ്വസിച്ചു, ഇതൊന്നുമില്ല, അത് വെറും ഒരു എന്തെങ്കിലും ഒരു സിസ്റ്റം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുന്നു. ഞാനും അങ്ങനെ വിശ്വസിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷെ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും പല സമയങ്ങളിലും എനിക്കത് പതറിപ്പോയി എൻ്റെ മനസ്സ്. പെട്ടെന്ന് ഞാൻ GP-യുടെ അപ്പോയിൻമെന്റിന് വേണ്ടി സർജറിയിൽ വിളിച്ചു. എനിക്ക് അപ്പം തന്നെ അപ്പോയിൻമെന്റ് കിട്ടി. അങ്ങനെ ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഡോക്ടറെ പോയി കാണാൻ പറ്റി. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരാദ്യം കോംപ്ലിക്കേഷൻസ് ആണ് ആദ്യം പറയുന്നത്. എന്നോട് ഡോക്ടർ, ഒരു മെയിൽ ഡോക്ടറായിരുന്നു, എന്നോട് ഇതിൻ്റെ ഒത്തിരി കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാനും എൻ്റെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു അവിടെ.
എൻ്റെ കടമ അനുസരിച്ച് ക്യാൻസറിന് ആ ടീമിനെ റെഫർ ചെയ്യണം, അതിൻ്റെ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം, എന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ പിറ്റേ ദിവസം ദുഃഖവെള്ളി, ശനി, ഞായർ, മൺഡേ, ആ മൺഡേ വരെ അവധിയാണ്. ഈ 4-5 ദിവസങ്ങൾ എങ്ങനെ തള്ളി നീക്കുന്ന ഭയങ്കരമായിട്ട് വിഷമായി. അപ്പൊ വൈകുന്നേരം ആയപ്പോഴും എനിക്ക് മനസ്സൊട്ട് ഒരു ശാന്തമാവുന്നില്ല. അപ്പൊ ഞാൻ ആദ്യം എൻ്റെ ഹസ്ബൻഡോട് പറഞ്ഞു, നമുക്ക് ആരോട് പറയണ്ട, ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പറയാം, കാരണം എന്താണെന്ന് അറിയില്ലല്ലോ. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, പൊളിച്ചേട്ടൻ എന്ന് വിളിക്കും, പൊളിച്ചേട്ടനെ വിളിച്ചൊന്ന് ഷെയർ ചെയ്യും. അപ്പം പൊളിച്ചേട്ടൻ ഏതെങ്കിലും വചനം പറഞ്ഞു തരും, അത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം, നിന്റെ മനസ്സൊന്ന് ശാന്തമാവും പറഞ്ഞു. അങ്ങനെ ഞാൻ വൈകുന്നേരം പൊളിച്ചേട്ടനെ വിളിച്ചു. പൊളിച്ചേട്ടനോട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തു. പൊളിച്ചേട്ടൻ എന്നെ ഒത്തിരി വചനങ്ങളിലൂടെ കടന്നു, ഒത്തിരി വചനങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു, ഒത്തിരി ഉദാഹരണങ്ങൾ പറഞ്ഞു തന്നു. പൊളിച്ചേട്ടൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന പല സാക്ഷികളും എനിക്ക് പറഞ്ഞു തന്നു. അവസാനം എന്നോട് പറഞ്ഞു, ലിസി വിശ്വസിച്ചാൽ മതി, ഇത് 100% വേറെ യാതൊരു തരത്തിലുള്ള അപകടമുള്ളൊരു സിസ്റ്റോ മുഴയോ ഒന്നുമല്ല, ലിസി വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഫോണിൽ കൂടെ. അപ്പൊ ഒരു ദൈവവചനം പൊളിച്ചേട്ടന് കിട്ടി. അത് ഇതായിരുന്നു, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യം. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. അങ്ങനെ പൊളിച്ചേട്ടൻ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഇവിടെ വ്യാഴാഴ്ചത്തെ ശുശ്രൂഷ ഉണ്ടായിരുന്നു, അതിനെനിക്ക് വരാൻ ഒട്ടും എൻ്റെ മനസ്സ് ഒരുങ്ങിയില്ലായിരുന്നു. പൊളിച്ചേട്ടൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ആ ശാന്തത കിട്ടി. ഞങ്ങൾ എല്ലാവരും ആ ശുശ്രൂഷയിൽ പങ്കെടുത്തു. അങ്ങനെ പിറ്റേ ദിവസമായി കുറച്ചുകൂടി എൻ്റെ മനസ്സിന് ആശ്വാസമായി തുടങ്ങി. അപ്പൊ എൻ്റെ ഹസ്ബൻഡ് പല രീതിക്കും അന്വേഷിച്ചു, പ്രൈവറ്റിൽ പോയിട്ട് ഇത് ചെയ്യാൻ പറ്റുമോ, സ്കാനിങ് പൈസ കൊടുത്തിട്ടാണെങ്കിലും നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാമല്ലോ എന്ന്. അങ്ങനെ അന്വേഷിച്ചപ്പോഴൊന്നും നമുക്ക് പോയി ചെയ്യാവുന്ന ഒരു അടുത്തൊന്നും കാണുന്നില്ല. അങ്ങനെ എൻ്റെ ഒരു സഹോദരി ദുബായിന്ന് വിളിച്ചു. ഇതൊന്നും അറിയാതെ ചേച്ചി വിളിച്ചതാണ് രാവിലെ. അപ്പൊ പറയണ്ടെന്ന് വിചാരിച്ചെങ്കിലും ഞാനിത് പറഞ്ഞു. ചേച്ചി ഒരു 1/2 മണിക്കൂർ ദുബായിൽ നിന്ന് കൊണ്ട് വിളിക്കണമെങ്കിൽ ഒത്തിരി പൈസയാണ്. ചേച്ചി പറഞ്ഞു, പൈസ ഒന്നും എനിക്കൊരു കാര്യമല്ല മോളെ എന്ന് പറഞ്ഞൊരു 1/2 മണിക്കൂർ ചേച്ചി ഫോണിൽ കൂടെ അങ്ങ് ദൈവവചനം തന്നെ പറഞ്ഞങ്ങ് പ്രാർത്ഥിച്ചു. ചേച്ചി പറഞ്ഞു, മോളെ നീ എന്തിനാ വിഷമിക്കുന്നത്, നീ മാതാവിന്റെ മടിയിലാണ് കിടക്കുന്നേ, മാതാവിന്റെ അങ്കി മോളെ പൊതിഞ്ഞിരിക്കുക, പിന്നെ എന്തിനാ മോളെ നീ വിഷമിക്കുന്നേ, നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവത്തോടല്ലേ, ദൈവമല്ലേ ഇന്നും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്, പിന്നെ എന്തിനാ മോള് വിഷമിക്കുന്നതെന്ന് പറഞ്ഞ ഒരു അമ്മ എന്നുള്ള രീതിയിൽ ചേച്ചി എന്നെ ഒരു ഉപദേശിക്കുകയും ഒത്തിരി സാധനപ്പെടുത്തുകയും ചെയ്തു. ഞങ്ങൾ 5 സഹോദരങ്ങളാണ്. ഒരു 1/2 മണിക്കൂറിനുള്ളിൽ എനിക്ക് എൻ്റെ 5 പേരും എന്നെ വിളിച്ചു. 5 പേര് വിളിച്ചിട്ട് 5 പേരും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാ. എല്ലാവരും എനിക്ക് ദൈവവചനങ്ങൾ പറഞ്ഞു തന്നു. എന്നോട് പറഞ്ഞു, മോളെ 100% നീ വിശ്വസിക്ക്, നിനക്ക് ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ വീട്ടിലിടയതാ. എൻ്റെ അമ്മച്ചിക്ക് 81 വയസ്സുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും തീരുമാനപ്പെടുത്തി അമ്മച്ചോട് പറയണ്ടാന്ന്. പക്ഷെ അങ്ങനെ വിചാരിച്ചിരുന്നെങ്കിലും എൻ്റെ മൂത്ത ചേച്ചി അറിയാതെ അമ്മച്ചോട് പറഞ്ഞു പോയി, ഇങ്ങനെ ലിസിക്ക് ഒരു അസ്വസ്ഥത വന്നിട്ടുണ്ടെന്ന്. എൻ്റെ അമ്മച്ചി എന്നെ വിളിച്ചു. 81 വയസ്സുള്ള എൻ്റെ അമ്മച്ചി 1 മണിക്കൂർ എന്നോട് ഫോണിൽ കൂടെ സംസാരിച്ചു. ഞങ്ങളിൽ 5 പേരിലും ധൈര്യം എൻ്റെ അമ്മച്ചിക്കായിരുന്നു. എൻ്റെ അമ്മച്ചി പറഞ്ഞു, മോളെ നമുക്ക് എന്ത് കാര്യം വരുമ്പോഴും നമുക്ക് വേണ്ടത് ആത്മധൈര്യമാണ്. ആത്മധൈര്യം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയിലൂടെ മാത്രമേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നു എൻ്റെ ആ ബൈബിളില് ഞാൻ വായിച്ചതിനേക്കാൾ കൂടുതൽ ദൈവവചനങ്ങളും അതിന്റെ വ്യാഖ്യാനങ്ങളും അമ്മച്ചി എനിക്ക് പറഞ്ഞു തന്നു. എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു തരുന്നതെല്ലാം നീ എഴുതിയിടാൻ പറഞ്ഞു. അങ്ങനെ ഒരു മണിക്കൂർ എടുത്തു. അമ്മച്ചി പറഞ്ഞതെല്ലാം ഞാൻ എഴുതിയിട്ട് ഞാൻ അത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പൊളിച്ചേട്ടൻ പറഞ്ഞ വചനം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളുടെ വീട്ടില് പല ദിവസങ്ങളിലും ഓരോ നേരം ഫാസ്റ്റിംഗ് എടുത്തു. ഞങ്ങൾ കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ 12ാമത്തെ ദിവസം എനിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടി സ്കാനിങ്ങിന് വേണ്ടിയിട്ട്. അപ്പൊ സ്കാനിങ്ങിന് ചെല്ലുമ്പോഴും അന്ന് ഡോക്ടറെ കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്കാനിങ്ങിന് പോകുന്നത്. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെയാണ് പോയത്. അന്ന് ഞങ്ങൾ ഫുൾ ഡേ ഫാസ്റ്റിംഗ് എടുത്തിട്ടാണ് പോയത്. അവിടെ ചെന്ന് സ്കാനിങ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ 10 മിനിറ്റിനുള്ളിൽ അവിടുത്തെ കൺസൾട്ടിന്റെ അപ്പോയിന്റ്മെന്റും ഈ സ്കാൻ ചെയ്ത റിപ്പോർട്ട് എല്ലാം റെഡി ആയിട്ട് വിത്തിൻ 15 മിനിറ്റ്സിനുള്ളിൽ ഡോക്ടർ പറയാണ്, ഇതൊന്നും ഇല്ല, ഒരു ഇന്നസെന്റ് സിസ്റ്റാണ്, അതിനെപ്പറ്റി ഇനിയൊരു ട്രീറ്റ്മെന്റിന്റെ പോലും ആവശ്യമില്ല, ഇത് എബവ് 40 കഴിയുമ്പോൾ സ്ത്രീകൾക്ക് വരുന്നൊരു ഹോർമോൺ ചേഞ്ചസ് കൊണ്ടുണ്ടാവുന്നതാണ്, ഇനി ഇതിനൊരു ഫോളോ അപ്പും വേണ്ട, ഒന്നും വേണ്ട എന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഞാൻ 12 ദിവസത്തിനുള്ളിൽ ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സും ഇവിടെ വെസ്റ്റന്റെ ഹെഡ്ജനിലുള്ള ഒത്തിരി ഫാമിലീസും അതുപോലെ നൈറ്റ് വിജിലുള്ള കുറച്ച് പേരും അറിയാമായിരുന്നു. അവരൊക്കെ എനിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട്
പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ അവർക്കൊക്കെ മെസ്സേജ് വിട്ടു, ഒന്നും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട്. ഇതിൽ കൂടുതൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ 12 ദിവസം ഞാൻ അനുഭവിച്ച എൻ്റെ വേദന ഞാൻ നാട്ടിലുള്ള അമ്മമാരുടെ വേദനയായിട്ട് ഞാൻ താരതമ്യപ്പെടുത്തി. നാട്ടിലുള്ള ഒരു സാധാരണ അമ്മയ്ക്ക് ഒരു ക്യാൻസർ വന്ന് വരുവാണെങ്കിൽ അവരനുഭവിക്കുന്ന ആ വേദന, ആ വീട്ടിലെ മക്കളുടെ, ഭർത്താവിൻ്റെ, അതുമെല്ലാം പൈസയുടെ ബുദ്ധിമുട്ട്, കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ എത്ര പൈസ ഉണ്ടായാലും അത് തീരും. പിന്നെ 10 പേരുടെ മുൻപിൽ കൈ നീട്ടുന്നൊരവസ്ഥ. അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടുപോയി. ഈ 12 ദിവസവും എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചത്, ഞാൻ ഭർത്താവിനോട് പറഞ്ഞു, ഇത് എനിക്ക് നോർമൽ ആണെന്ന് ദൈവം പറയുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അമ്മമാരെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കാനായിട്ട് ഉണ്ണി എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പൊ എനിക്കിത് സംഭവിക്കുന്നതിന് ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ഇവിടെ വെസ്റ്റിന്റെ ഹെഡ്ജന്റിലുള്ള കുറച്ച് അമ്മമാര് ചേർന്നിട്ട് ഒരു ചാരിറ്റി പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തിരുന്നു. അത് ഹോം മെയ്ഡ് അച്ചാർ ഉണ്ടാക്കി അതിന്റെ പ്രോഫിറ്റ് നാട്ടിലുള്ള അമ്മമാർക്ക് എത്തിക്കാനായിട്ട് ഒരു സംരംഭം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ചെറിയ രീതിയിൽ 2-3 പേർക്ക് ഞങ്ങൾ കൊടുത്തു. അപ്പോഴാണ് എനിക്ക് ബുദ്ധിമുട്ട് വന്നത്. അപ്പൊ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഷെയർ ചെയ്തിട്ട് പറഞ്ഞു, പുള്ളിയുടെ സൈഡിൽ നിന്ന് ഫുൾ സപ്പോർട്ട് ചെയ്യാം, എത്ര വേണമെങ്കിലും എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിത് നോർമലായി എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഇവിടുത്തെ ഉള്ള എല്ലാ ഫ്രണ്ട്സിനെയും വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം നമുക്ക് ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളിപ്പം 1-2 ആഴ്ചയിൽ ഒരു ദിവസം ചാരിറ്റിക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണ്. ആ ദിവസം മൊത്തം രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഒരു 5-6 അമ്മമാര് എന്നെ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്ത് അതിൻ്റെ പ്രോഫിറ്റ് മൊത്തം നാട്ടിൽ ക്യാൻസറാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. 100 പൗണ്ട് വെച്ച് ഓരോ വീടുകളിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതാണ് ഈ 12 ദിവസം കൊണ്ട് ഞാൻ അനുഭവിച്ച വേദനയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു വലിയൊരു അനുഭവം. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ ദൈവങ്ങൾക്കും ഞാൻ ദൈവനാമത്തെ നൽകുന്നു. ഇതില് 1-2 കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സൗഖ്യത്തിൽ നമുക്ക് വെളിപ്പെടുത്താം. ദൈവവചനം പാഴായി പോകില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യെശയ്യാ 55:8 തിരുവചനം പറയുകയാണ്, എന്റെ അതിരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വചനവും പാഴായി പോകുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 10-ാം വചനം പറയുന്നു, 10-ാം തിരുവചനം പറയുകയാണ്, എന്റെ അതിരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അതിനെ തന്നെ അത് ഫലരഹിതമായി തിരിച്ചു വരികയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് വായിക്കുന്നുണ്ട്, വിശ്വാസത്തോടുള്ള പ്രാർത്ഥന രോഗിയെ സൗഖ്യപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് അവനെ മോചനം കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസത്തോടെ കുറെ മക്കള് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, വിശ്വാസത്തോടെ ഒരു കുടുംബം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ വചനം അവിടെ ചലിക്കുന്ന പ്രവർത്തനം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ഷൈബി, ഹസ്ബൻഡ് സാബു, 2 കുട്ടികളെ ഞങ്ങളുടെ വീട്ടിനടുത്ത് താമസിക്കുന്നു. ഞാൻ 9 വർഷമായിട്ട് നേഴ്സിംഗ് ഹോമിൽ നേഴ്സായിട്ട് ജോലി ചെയ്തിട്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതിനിടയ്ക്ക് ഹോസ്പിറ്റലിൽ ഒരു ഇന്റർവ്യൂ ട്രൈ ചെയ്തപ്പോൾ അവരോട് പറഞ്ഞു, എൻ്റെ ആൻസറുകളൊക്കെ ഓക്കെയാണ്, പക്ഷേങ്കിൽ നിനക്ക് ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് നീ ഏജൻസി ത്രൂ ഹോസ്പിറ്റലിൽ പോയി എക്സ്പീരിയൻസ് ആയിട്ട് വാ, എന്തായാലും നിന്നെ എടുക്കാമെന്ന് പറഞ്ഞു. അത് 2 വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാൻ അന്ന് തൊട്ട് ഞാനിവിടെ നൈറ്റ് വിജിലിൽ കുറച്ച് മുടങ്ങിയിട്ടുണ്ടെങ്കിലും കഴിഞ്ഞത്തോളം ഞാൻ വരാൻ ശ്രമിക്കാറുണ്ട്. അപ്പം ഞാൻ അന്ന് തൊട്ട് ഞാൻ എഴുതിയിട്ട് 2 വർഷമായി ഞാൻ എഴുതിയിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. നമ്മൾ ഇവിടെ പ്രാർത്ഥന എഴുതിയിടുന്ന ബുക്കിനകത്ത് ഞാൻ എഴുതിയിട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാൻ 2 വർഷമായിട്ട് മുടങ്ങാതെ, എനിക്ക് അറിയാമായിരുന്നു എന്തെങ്കിലും ദൈവം എനിക്ക് ഇത് നടത്തി തരുമെന്ന് അറിയാമായിരുന്നു. അപ്പം ഞാൻ കുറെ ആപ്ലിക്കേഷനൊക്കെ അയച്ചു. ഈ വർഷം ഈ അടുത്തായിട്ട് കുറച്ചൊരു 4-5 മാസങ്ങൾക്ക് മുമ്പാണ് ഞാൻ ആപ്ലിക്കേഷനൊക്കെ അയക്കാൻ തുടങ്ങിയത്. അപ്പൊ ഞാൻ ഒന്നും വിളിച്ചില്ല. അപ്പൊ ഞാൻ ഇവിടെ ജൂഡ് ബ്രദറിന്റെ അടുത്ത് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് നൈറ്റ് വിഷന് വേണ്ടിയുള്ളത്. അപ്പൊ ഞാൻ ജോളി ബ്രദറിന്റെ അടുത്ത് പറഞ്ഞു, ജോളി ബ്രദറെ ഞാനിങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നെ ഇതുവരെ ഇന്റർവ്യൂവിന് വിളിക്കുന്നില്ല, ജോളി ബ്രദർ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് 2 വചനം എടുത്തിട്ട് എനിക്കൊന്ന് വിളിച്ചു പറയണം കേട്ടോ എന്ന് പറഞ്ഞു. ജോളി ബ്രദർ പറഞ്ഞ് ചെയ്യാന്ന് പറഞ്ഞു. അന്നിന്റെ പിറ്റേന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ജോളി ബ്രദറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഷൈബിക്ക് ഞാൻ വചനം എടുത്തിട്ടുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കിട്ടി. സങ്കീർത്തനം 103:17-18 എന്നാൽ കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും, അവിടുത്തെ നീതി തലമുറകളോളം നിലനിൽക്കും. ഇത് എനിക്ക് പറഞ്ഞു തന്നിട്ട് പിറ്റേന്ന് തൊട്ട് എനിക്ക് തുരാന്ന് ഇന്റർവ്യൂവിന് അപ്ലിക്കേഷൻ അപേക്ഷ വന്നോണ്ടിരുന്നു. 7-8 എണ്ണം വന്നു. അത് കഴിഞ്ഞിട്ട്
പ്രാർത്ഥിച്ചു. ദൈവമേ, കർത്താവെ, അങ്ങനെ ദൂതനെ അയക്കണമേ, എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ പരിശുദ്ധാത്മാവേ അങ്ങാണ് സംസാരിക്കുന്നത് എനിക്കൊന്നും അറിയില്ലെന്നൊക്കെ പ്രാർത്ഥിച്ച് കൊണ്ടിരുന്നു. പോണതിന് മുമ്പ് പോളിച്ചേട്ടനെ വിളിച്ചു. പോളിച്ചേട്ടനെ വിളിച്ച് രാവിലെ പ്രാർത്ഥിച്ചു, വചനമൊക്കെ പറഞ്ഞു തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഷൈബി 3 മാസത്തിനുള്ളിൽ സൗത്ത് ആഫ്രിക്കൻ ജനറൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതായിട്ട് ദൈവം കാണിച്ചു തരുന്നുണ്ടെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്റർവ്യൂവിന് പോയി. ഇൻഫോർമൽ വിസിറ്റ് എന്നും പറഞ്ഞൊരു സംഭവമുണ്ട്. ഇന്റർവ്യൂവിന് പോണതിന് മുമ്പ് നമ്മൾ ചെന്ന് വാർഡൊക്കെ ഒന്ന് കാണുന്നത്. അപ്പോൾ എന്നെ ഇൻഫോർമൽ വിസിറ്റിന് വാർഡ് കാണിച്ച സ്ത്രീ എന്നെ ഇന്റർവ്യൂവിന് വന്നിരിക്കുന്നു. അപ്പം ശരിക്കും എനിക്ക് അവരെ കണ്ടപ്പം വളരെ സമാധാനമായി. ഞാൻ പഠിച്ചിട്ട് പോയ കാര്യങ്ങൾ 1 by 1 ആയിട്ട് അതേ ക്വസ്റ്റ്യൻസ് തന്നെ എന്നോട് ചോദിക്കുകയും എനിക്ക് നന്നായിട്ട് ആൻസർ പറയാൻ പറ്റുകയും എന്നെ സെലക്ട് ചെയ്യുകയും ചെയ്തു. ദൈവത്തിന്റെ സ്തോത്രം. യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 14-ാം അധ്യായത്തിൽ നിൽക്കുന്ന ഒരു സംഭവം ഇങ്ങനെയുണ്ട്. പൗലോസ് അവനെ മർദ്ദിച്ച് അവശനാക്കി മരിച്ചു എന്ന് കരുതി അവനെ നഗരത്തിന് വെളിയിൽ കൊണ്ട് എറിഞ്ഞു കളയുക. തുടർന്നുള്ള വചനം ഇങ്ങനെ പറയുന്നത്, എന്നാൽ ശിഷ്യഗണങ്ങൾ ചുറ്റും കൂടിയപ്പോ അവൻ ചാടി എഴുന്നേറ്റു. ഇതാ പ്രിയപ്പെട്ട ഒരു ദൈവസഭ. നമ്മുടെ ഈ ദൈവസഭയിൽ ഈ വയസ്സാംകാലത്ത് ഞാനൊരു കോഴ്സ് പഠിക്കുന്ന പോലെ എന്നെ ഉയർത്തിയ ഒരു സംഭവം എനിക്ക് പറയാനുള്ളത് നിങ്ങളോട്. ഞാൻ ODP എന്ന് പറയുന്ന കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അനാട്ടമി ആൻഡ് ഫിസിയോളജി എന്ന് പറയുന്ന സബ്ജക്ട് ഒരിക്കലും എന്നെ മനസ്സിലിരിക്കുകയാണ്. പഠിച്ച് ഞാൻ വീട്ടിൽ പ്രാക്ടീസ് ചെയ്ത് എല്ലാം തോറ്റുകൊണ്ടിരുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു അത്. ഞാൻ കൂട്ടായ്മ വിളിച്ചു പറഞ്ഞു, അച്ഛൻ കുർബാനയിൽ എനിക്ക് 3 ദിവസം പ്രാർത്ഥിച്ചു. കുളിച്ചേട്ട മുഖാന്തരമായിട്ട് ഇവിടെ ഫാസ്റ്റിംഗ് ചെയിൻ ഫാസ്റ്റിംഗ് എടുത്ത് പ്രാർത്ഥിച്ചു. ഫീഡ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഭാര്യ 3 ദിവസം ഫാസ്റ്റിംഗ് എടുത്ത് പ്രാർത്ഥിച്ചു. ഇങ്ങനെ കുറേ പേരുടെ പ്രാർത്ഥന അവിടെ കിട്ടിയപ്പോൾ 40% കിട്ടി. ദൈവമേ ജയിപ്പിക്കണേ എന്ന് പറഞ്ഞു പോയ അനാട്ടമി ആൻഡ് ഫിസിയോളജി, IPC 3 ഹെൽത്ത് ആൻഡ് സേഫ്റ്റി 3 സബ്ജക്റ്റിനും 77% മാർക്ക് നൽകിയ എൻ്റെ കർത്താവ് നമ്മുടെ പ്രാർത്ഥന നിങ്ങൾ കേട്ടു. അത് സ്വയം പറഞ്ഞ ഹല്ലേലൂയ. പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ പ്രാർത്ഥന സഹായം അപേക്ഷിക്കുന്ന മലകൾക്കൂടെ ഒരു സൈഡ് കൂടി ഞാൻ പറയാം. നമ്മുടെ സക്കരയുടെ കാര്യത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ജോഷുവ പുരോഹിതൻ, വിശുദ്ധനായ പുരോഹിതന്റെ മേല് അഭിഷേകം കൊടുക്കുവാനായിട്ട് തുടങ്ങിയപ്പോ അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പേൽ അഴുക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ അനുഗ്രഹത്തിന് തടസ്സവുമായിട്ട് പിശാച് സ്വർഗത്തിൽ വാദിക്കാൻ എത്തിയെന്നാണ് അവിടെ വചനം പറയുന്നത്. ഇതുപോലെ അനുഗ്രഹത്തിന് വേണ്ടി അല്ലെങ്കിൽ അതിന് പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ടി കൂട്ടായ്മ വിളിച്ചു പറയുമ്പോൾ ഞാൻ മറ്റൊരു കാര്യം കൂടി ചെയ്തു. നമ്മുടെ കൺവെൻഷന്റെ സമയമായിരുന്നു. ആദ്യം ചെയ്തതിന് പോയി കുമ്പസാരി ചാത്തി എന്നോട് വിശുദ്ധിയിലായി. കാരണം അനുഗ്രഹം കിട്ടാൻ തടസ്സമൊന്നും ഉണ്ടാവരുത് അവിടെ. രണ്ടാമതായിട്ട് ചെയ്തു, ഓരോ ദിവസം എക്സാമിന് വരുമ്പോൾ ഞാൻ ഫുൾ ഫാസ്റ്റിംഗ് എടുത്ത് തന്നെ രാവിലെ 2-2.5 മണിക്കൂർ പ്രാർത്ഥിച്ചു തന്നെ ഫാസ്റ്റിങ്ങോടുകൂടി തന്നെ പരീക്ഷയ്ക്കായിട്ട് പോയി. പരീക്ഷയ്ക്ക് എന്നപ്പോൾ എനിക്ക് ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം, എന്റെ എക്സാം ചെയ്യുന്ന എന്റെ എക്സാമിനർ എനിക്ക് ബാക്കിൽ നിന്ന് 3 തവണത്തിന് ആൻസർ പറഞ്ഞു തന്നു. എനിക്ക് വണ്ടായി പോയത്. എക്സാം ഇട്ട പുള്ളി ഞാനൊരു ആൻസർ തെറ്റായി ക്ലിക്ക് ചെയ്തിട്ട് നിൽക്കുക. പുള്ളി ബാക്കിനോട് ഒരു ദീർഘനിശ്വാസം. അപ്പൊ എനിക്ക് തെറ്റ ആൻസറാണ്. ഞാൻ മാറ്റി ക്ലിക്ക് ചെയ്ത് പുള്ളി എന്റെ ഉള്ളിൽ മാറിപ്പോയി. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുടെ ശക്തിയെ തിരിച്ചറിയാം. പുള്ളിക്ക് എക്സാമിനർക്ക് എന്നോട് അത്ര അനുഭവം തോന്നുന്ന പ്രാർത്ഥനയുടെ ശക്തിയാണ് തിരിച്ചറിയുന്നത്. എനിക്കിവിടെ പ്രാർത്ഥിച്ച കൂട്ടായ്മയിലുള്ളവർക്കും എനിക്കിവിടെ ബലിയർപ്പിച്ച അച്ഛനും കോളിച്ചേട്ടൻ മെസ്സേജ് എടുത്തു തന്നു, വചനമൊക്കെ എടുത്തു തന്നു. എല്ലാവർക്കും യേശു നാമത്തിൽ ഒത്തിരി നന്ദി പറയുന്നു. തുടർന്നും ഈ ദൈവസഭ ഒരുവൻ വീഴുമ്പോ വിശ്വാസത്തോടെ അഭിഷിക്തന് ചുറ്റും കൂടുമ്പോ അവൻ എഴുന്നേൽക്കാൻ പറ്റും. ഇതാ പറയപ്പെടുന്ന ദൈവസഭ. ഈ ദൈവം സപ്തമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച എല്ലാവർക്കും യേശു നാമത്തിൽ ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് സെബാസ്റ്റ്യൻ. ഷൈബി വൈഫ് മുമ്പ് സാക്ഷ്യം പറഞ്ഞ ഷൈബി അല്ല, വേറൊരു ഷൈബി പുറകെ ഹൈഡ് ചെയ്യുന്നത് അവരാണ്. പിന്നെ 2 പിള്ളേര്, ഇസബൽ ജോഷ്. അത് നമ്മുടെ ഫാമിലി. നല്ലൊരു ഭവനം എനിക്ക് ദൈവം തന്ന് സഹായിച്ചു. ഞാൻ പോളി ബ്രദറെ വിളിച്ച് പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പോളി കൂടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇവിടുത്തെ പ്രയർ ബുക്ക് ഉണ്ടല്ലോ, ആ പ്രയർ ബുക്കിലും പ്രയർ റിക്വസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ജോലി ബ്രദറും എല്ലാവരുടെ സഹായത്തിന് ഒറ്റിൽ കൂടി ഞാൻ ഇപ്പോൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. കൂടാതെ ദൈവത്തിൻ്റെ മഹത്വം പെടുത്തുന്നതിന് വേണ്ടി എല്ലാവരും ഒന്ന് കരയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. നന്ദി നന്ദി നല്ല ദൈവമേ, നിത്യവും നയിച്ചിടുന്ന സ്നേഹദൈവമേ. നന്ദി നന്ദി നല്ല ദൈവമേ, നിത്യവും നയിച്ചിടുന്ന സ്നേഹദൈവമേ.